നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SSCRTയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ജീവന്റെ കുഞ്ഞറകൾ കോശം സ്റ്റാൻഡേർഡ് 6ലെയാണ്. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ SSCRTയിലെ PSC പരീക്ഷയ്ക്ക് വേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, ആ ചാപ്റ്റർ വൈസുകൾ മാത്രം എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ അരിച്ചു പെറുക്കി പഠിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഫുൾ ക്ലാസ് ലിങ്ക് താഴെ കൊടുക്കാം, അതിൽ കയറിയിട്ട് കാണുക കേട്ടോ. എന്താണ് ഏകകോശ ജീവികൾ? ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ അല്ലെ. ഏകം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലെ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. അതായത് ഏകകോശ ജീവികളുമുണ്ട്, ബഹുകോശ ജീവികളുമുണ്ട്. ഏകകോശ ജീവികൾ എന്ന് പറയുമ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളാണ്. അതേപോലെ കോശങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ട് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്നാൽ ബഹുകോശ ജീവികളിൽ എന്താണ് പറയുന്നത്? ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവിയാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും. അപ്പൊ ഏകകോശ ജീവികളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല, എന്നാൽ ബഹുകോശ ജീവികളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. മനസ്സിലായോ? ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏതാണ്? ഏതൊക്കെയാണ് ഏകകോശ ജീവികൾക്ക് ഉദാഹരണം? പാരമീസിയം, അമീബ, യുഗ്ലീന. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏതാണ്? പാരമീസിയം, അമീബ, യുഗ്ലീന. മറക്കരുത്, പ്രീവിയസ് ചോദ്യമാണ്. ഏകകോശ ജീവികൾ പ്രീവിയസ് ആണ്, ബഹുകോശ ജീവികൾ പ്രീവിയസ് ചോദ്യമാണ്. ഇനി എന്താണ് കോശാംഗങ്ങൾ? കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട്. ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയുന്നു അല്ലെ. ഒരു കോശം ഒരു ധർമ്മം നിർവഹിക്കുമ്പോൾ വേറൊരു കോശം വേറൊരു ധർമ്മം നിർവഹിക്കുന്നു. അങ്ങനെ നിരവധി കോശാംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കോശങ്ങൾക്കുള്ളിൽ ഉണ്ട്. കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്, അവയുടെ ധർമ്മവും വ്യത്യസ്തമാണ്. ഓരോരോ കോശങ്ങൾ വ്യത്യസ്ത രീതിയിലുണ്ട്, അവയുടെ ധർമ്മങ്ങളും വ്യത്യാസമാണ്. ഇനി കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. കോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ: ന്യൂക്ലിയസ്, കോശദ്രവ്യം, കോശസ്തരം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയം, റൈബോസോം, ഫേനം. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമ്മുടെ ചാനലിലോട്ടേക്ക് പോരുക കേട്ടോ. അടുത്ത ഈ 2026 നിങ്ങളുടെ കൈകളിൽ ഉയർന്ന റാങ്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.